കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനവും കരുണക്കൊന്തറാലിയും നടത്തി. മാർപ്പാപ്പയുടെ നിത്യരക്ഷയ്ക്കായി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഇടവക ദേവാലയത്തിന്റെ പ്രത്യേകം ദിവ്യബലി അർപ്പിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. സഭയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുമായിട്ട് പരിശുദ്ധ പിതാവ് ആദ്യം പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ ആനന്ദിച്ച് ജീവിക്കുകയും ആനന്ദം ഉണ്ടാവണം, ജീവിതത്തിലെല്ലാം സന്തോഷം ഉണ്ടായിരിക്കണം. ക്രൈസ്തവനാണെന്ന് പറയുകയും ഒരിക്കലും ദുഃഖിച്ചു കഴിയാൻ പറ്റുന്ന വളരെ ശക്തിയോടുകൂടി പരിശുദ്ധ പിതാവ് പറയുക എന്ന് പറയുന്നത് കർദിനാളന്മാരൊക്കെ കാണാൻ പറയും, ക്രൈസ്തവരായ എല്ലാവരും പറയണം സന്തോഷിച്ച് തന്നെ ജീവിക്കണം. ഈ ഭാരപ്പെടുത്തുന്നതല്ല നമ്മുടെ ജീവിതം, എളുപ്പമാക്കുന്നതാണ് നമ്മുടെ ജീവിതം. സന്തോഷത്തോടുകൂടി തന്നെ എപ്പോഴും ജീവിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയും. സന്തോഷമാണ് ക്രൈസ്തവ ജീവിതത്തിന് അനന്യതയെന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷവും ആനന്ദവും ക്രൈസ്തവ ജീവിതത്തിൽ പകർത്താൻ പഠിപ്പിക്കുകയും ചെയ്ത പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയ വലിയ ഇടയൻ, ലോകസമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ആത്മീയ പിതാവ് കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ചെയ്യുകയും ചെയ്തു. ദിവ്യബലിക്ക് ശേഷം പാപ്പയുടെ ഫോട്ടോയിൽ ഇടവക സമൂഹം പുഷ്പാർച്ചന നടത്തി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പാപ്പയുടെ ഫോട്ടോയും വഹിച്ച് ടൗൺ ചുറ്റി കരുണ കൊന്തറാലിയും നടത്തി. അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പരിപാടികൾക്ക് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി, ജെയിംസ് തെക്കേക്കര, ജിജി പുളിക്കൽ, ജോൺസൺ കറുകപ്പിള്ളിൽ, ജോസ് കച്ചിറ, ഷോജി കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.